മഴധൂര് മുംബൈയിൽ അലീനയുടെ മനസ്സിൽ ഇടം നേടാനായിട്ട് സ്റ്റാലിൻ ഒടുവിൽ അലീനയോട് മാപ്പ് പറയുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ എപ്പിസോഡിൽ കാണാൻ കഴിയുക മനു ആണെങ്കിൽ വളരെയധികം ദുഃഖത്തിലാണ്. അതായത് വൈജയന്തി പറഞ്ഞതും കൂടാതെ അലീന പോയതും മനുവിനെ വല്ലാതെ തളർത്തുന്നുണ്ട്, തകർക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനു ആണെങ്കിൽ അലീനയെ ഒന്ന് വിളിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ് എന്ന് കാണാം. പക്ഷേ അവൾ ചിലപ്പോൾ തിരക്കിലായിരിക്കും. ഇവിടേക്ക് വിളിക്കട്ടെ എന്ന് ആലോചിക്കുകയാണ് മനു. ഒടുവിൽ മനു ആണെങ്കിൽ കാറിൽ വന്നതിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് സങ്കടപ്പെടുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ അലീനയെ ഭക്ഷണമെടുത്ത രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്, മാനേഴ്സ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ ചീത്ത പറയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ അലീനയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ മുൻപിൽ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ ഒടുവിൽ സ്റ്റാലിൻ തന്നെ വിഷമിക്കുകയാണ്. കൂടാതെ ബാലചന്ദ്രൻ പറഞ്ഞ ഓരോ കാര്യവും സ്റ്റാലിൻ ഓർക്കുന്നുണ്ട്. ചെറിയൊരു കാരണം പോലും അവളെ വല്ലാതെ വേദനിപ്പിക്കുമെന്ന് പറഞ്ഞൊരു കാഴ്ച. അതുകൊണ്ട് തന്നെ സ്റ്റാലിനാണെങ്കിൽ എന്തു ചെയ്യണോടോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇവിടെ സങ്കടപ്പെട്ടുകൊണ്ട് സങ്കടം തീർക്കാനായിട്ട് അലീന സങ്കടം പറയാനായിട്ടും ആശ്വാസവാക്കുകൾ കിട്ടാനായിട്ടും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുവിനെ വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മനുവിൻ്റെ ഫോണിൽ അലീനയുടെ കോള് കണ്ടതും മനു ചാടിയെടുക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം, നിന്നെ അങ്കളാക്കിയിട്ട് നീ എന്നെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം മനുവേട്ടാ. ഇവിടെ എനിക്ക് വളരെയധികം ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അനുഭവപ്പെടുകയാണ്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. സംസാരിക്കാനോ കളിക്കാനോ ചിരിക്കാനോ കൊഞ്ചിക്കാനോ ലാളിക്കാനോ ആരുമില്ല. എനിക്കിപ്പോൾ മനുവേട്ടൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മനുവേട്ടനെ വിളിച്ചതെന്ന് അലീന പറയുമ്പോൾ, നിനക്കെന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. നിനക്ക് ആശ്വാസം പകരാൻ, നിന്നോട് സ്നേഹത്തിൽ സംസാരിക്കാൻ ഞാൻ എന്നും ഉണ്ടാകുമെന്ന് നിനക്ക് വാക്ക് തന്നതല്ലേ എന്ന് മനു ചോദിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിലതാ നമ്മുടെ മനു അലീനയെ ആശ്വസിപ്പിച്ച് അങ്ങനെ സമാധാനിപ്പിക്കുന്ന സമയം സ്റ്റാൻലി തൻ്റെ ചിട്ടകൾ പറയാനും തൻ്റെ കാര്യങ്ങൾ പറയാനും അലീനയുടെ മുറിയിലേക്ക് എത്തുകയാണ്. ഒടുവിൽ അലീനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ നമ്മുടെ സ്റ്റാലിന് അലീനയുടെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വരികയാണ്. അലീന പറയുകയാണ്, സത്യം പറഞ്ഞാൽ ഭക്ഷണം കിട്ടാത്ത രാത്രികൾ വരെ എനിക്ക് അനാഥാലയത്തിൽ നേരിടേണ്ടി വന്നിരുന്നു. ആ സമയത്തും എനിക്ക് ഭക്ഷണം പാഴാക്കുന്നവരോട് പുച്ഛം തന്നെയായിരുന്നു എന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കുന്നത് എന്ന് പലതവണ ഞാൻ ചിന്തിച്ചു. എനിക്ക് ഭക്ഷണം കിട്ടിയില്ല, ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് കരുതി എന്നെപ്പോലെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാകും. അതും കാണാതെ പോകരുതല്ലോ എന്ന് അലീന സ്റ്റാലിനോട് പറയുന്നു. അതുകൊണ്ടാണ് താനതെടുത്തത്. പിന്നെ മറിച്ചൊന്നും പറയാതിരുന്നത്. അച്ഛനെ അവരുടെ മുൻപിൽ വില കുറച്ച് കാണിക്കാനായിട്ട് എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുൻപിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നതെന്നും അലീന പറയുകയാണ്. ഇതേ സമയം നമ്മുടെ സ്റ്റാൻലി തിരിച്ചറിയുന്നു അലീനയുടെ മനസ്സ് വളരെ നല്ലതാണെന്ന്. അതുകൊണ്ട് തന്നെ അലീനയുടെ മുൻപിൽ ഒന്ന് മാപ്പ് പറയുകയാണ് സ്റ്റാലിൻ. അച്ഛൻ്റെ നിയമങ്ങളും അച്ഛൻ്റെ ചിട്ടകളും മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അതുകൊണ്ട് ഈ അച്ഛനോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അച്ഛന് തെറ്റ് പറ്റിപ്പോയി എന്നും പറഞ്ഞു വയ്ക്കുമ്പോൾ അച്ഛനോട് ക്ഷമയൊന്നും പറയണ്ട. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതൊന്ന് ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയം അലീനയുടെ ആവശ്യം സ്റ്റാലിൻ കേട്ടു തുടങ്ങുന്നതും
കാണാൻ സാധിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് കൂട്ടുകാരെ, പ്രേക്ഷകരെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും